ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇനി വരാൻ പോകുന്ന LPUP എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ളവരാണെന്നെങ്കിൽ എല്ലാം വളരെ സംശയത്തോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആശങ്കകളോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. LPUPക്ക് എത്ര വേക്കൻസീസ് വരും, അല്ലെങ്കിൽ LPUPയുടെ അഡ്വൈസുകൾ ഇനി വരുമോ, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഇഷ്യൂസ് കാരണം LPUPയുടെ നിയമനങ്ങൾ കുറയും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന LPUPയുടെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ എഴുതുകൊണ്ട് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അഡ്വൈസ് വരാൻ സാധ്യതയുണ്ടോ, നിയമനം എത്രത്തോളം നടക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വെറുതെ ആകുമോ, ഇങ്ങനെയെല്ലാം ഒരുപാട് ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും അല്ലേ. സോ അതിനകത്ത് എല്ലാം ഒരു ക്ലാരിറ്റി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. എത്രത്തോളം നിയമനം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിലവിൽ ലിസ്റ്റിലാണ് ഇനി വരാൻ പോകുമ്പോൾ LPUP എന്ന് പറയുന്ന എക്സാമിന്റെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിന്റെ സാധ്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലേ. സോ ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ DLED കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും BEd കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ KTET ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിലും, ഒരു കാരണവശാലും നിങ്ങൾ LPUP എക്സാം വരാൻ പോകുന്ന LPUP എക്സാം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, നമുക്ക് ഒരുപാട് സജഷൻസ് വരും, ഒരുപാട് പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എഴുതുകൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷേ ഇതിന്റെ സാധ്യത എത്രത്തോളമാണ്? ഇഷ്യൂസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്യൂസ് ഇല്ല എന്ന് ഞാൻ ഒരു കാരണവശാലും പറയുന്നില്ല. ഇഷ്യൂസ് ഉണ്ട്, വലിയ രീതിയിലുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സോൾവ് ചെയ്യപ്പെടും. എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഈ ഇഷ്യൂസ് വന്നു എന്നുള്ളത് കൊണ്ട് അതൊരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനോ കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ DLEDന് പോവുകയാണെങ്കിൽ BEdന് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ വരാൻ പോകുന്ന LPUP എക്സാമുകളുടെ ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നത് അല്ലേ, സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന LPUP എക്സാം നിങ്ങൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ഇഷ്യൂസ് സോൾവ് ആകുന്നുണ്ടോ? ഇല്ല, ഒരു കാരണവശാലും ഇഷ്യൂസ് സോൾവ് ആകുന്നില്ല. കാര്യം അങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ KTETന് വേണ്ടി നടത്തിയ പ്രിപ്പറേഷൻ ആണെങ്കിലും DLED BEdന് വേണ്ടി എടുത്ത നിങ്ങളുടെ എഫേർട്സ് ആണെങ്കിലും അവിടെ വെറുതെ ആവുകയാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ എക്സാം എഴുതാതിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. കാര്യം എഴുതിയാൽ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുന്ന ഒരു എക്സാം തന്നെയാണ് LPUP. ഇനി എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ LPUP എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ള LPUPയുടെ ലോങ് ടേം ബാച്ച് നമുക്കറിയാം. ഇനി ഏകദേശം ഒരു വർഷത്തോളം ടൈമാണ് നമുക്ക് വരാനായിട്ട് കിടക്കുന്നത് അല്ലേ. 2026 അവസാനമാണ് നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കറിയാലോ, നമ്മളിപ്പോൾ DLED അല്ലെങ്കിൽ BEd ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന LPUP എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ KTET ക്വാളിഫൈഡ് ആണ്, പ്രിപ്പറേഷൻസ് നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ മറ്റ് എക്സാമുകൾക്ക്, ജനറൽ എക്സാംസിന് പഠിക്കുന്ന അതേ ഒരു രീതിയിലല്ല നമ്മൾ ഏതിന് പഠിക്കേണ്ടത്, LPUP എക്സാംസിന് പഠിക്കേണ്ടത് അല്ലേ. SCRT ആണെങ്കിലും SCRTക്ക് മറ്റ് ചാപ്റ്റേഴ്സിനും SCRT ഒരു സോഴ്സ് ആണ് എന്നുണ്ടെങ്കിലും LPUPയെ സംബന്ധിച്ചോളം SCRT ഒരു സെപ്പറേറ്റ് സിലബസ് തന്നെയാണ് അല്ലേ. SCRT നമ്മൾ ഫുള്ള് കവർ ചെയ്യുക, മറ്റെല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന പോലെ എൻ്റെ 5 മുതൽ 10 വരെയുള്ള SCRTയുടെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക എന്നുള്ളത് നമ്മൾ വെറുതെ ഒരു സോഴ്സ് ആയിട്ട് മാത്രമല്ല, അതിൻ്റെ ഏത് മുക്കിനും മൂലയ്ക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് SCRT കവർ ചെയ്യുക എന്നുള്ളത് LPUPയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി മറ്റ് എക്സാമുകൾക്ക് ഒന്നുമില്ലാത്ത, മറ്റ് എക്സാമുകളെ പോലെ നമുക്ക് GK പാർട്ടിനോ മാത്സിനോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് LPUP എക്സാമിന് ഏതിന് തന്നെയാണ്? സൈക്കോളജിക്ക് തന്നെയാണ്. ആ സൈക്കോളജി മറ്റ് എക്സാമുകൾക്ക് അല്ലെങ്കിൽ മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ പഠിക്കേണ്ട ഒരു വിഷയമാണോ? അല്ല. നല്ല രീതിയിൽ റിവിഷനും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ. സോ ആ ഒരു ലോങ് ടൈം ബേസിസിൽ പഠിച്ചാൽ മാത്രമേ, ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വരാൻ പോകുന്ന LPUP നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അതിന് ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്. മറ്റ് എക്സാം പോലെ 2-3 മാസം കൊണ്ട് മാത്രം പഠിക്കേണ്ട ഒരു എക്സാം അല്ല LPUP എന്ന് പറയുന്നത്. സോ LPUP ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. പ്രിപ്പറേഷൻസ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 2026 അവസാനത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏകദേശം നവംബർ ടു ഡിസംബറിലൊക്കെയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ ഏറ്റവും അധികം സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നിലവിലെ LPUPയുടെ ലിസ്റ്റ് നമ്മൾ വന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 എന്ത് ചെയ്യുന്നത്, അവസാനത്തെ ലിസ്റ്റ് വരുന്നത് അല്ലേ. 2025 മെയ്യിലാണ് LPയുടെ വരുന്നത്. 2025 മെയ്യിൽ LPയുടേതും വന്നു. അതുപോലെ തന്നെ ഒക്ടോബറിൽ നമുക്ക് ഏതും വന്നു, ഒക്ടോബറിൽ നമുക്ക് UPയുടെ ലിസ്റ്റും വന്നു. പക്ഷെ ഈ 2 ലിസ്റ്റുകളും വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം അല്ലെ, 14 ജില്ലകളിലായിട്ട് ഏകദേശം 6217 പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയത്. സപ്ലിമെന്ററി ലിസ്റ്റ് വേറെ ഉണ്ട്. ഇത്രയും പേരാണ് ഏകദേശം മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ 6217 അടങ്ങുന്ന മെയിൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര മാസമായി? ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്കിപ്പോൾ 6 to 7 മാസങ്ങൾ ആവാറായിട്ട് പോവുകയാണല്ലേ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 14 ജില്ലകളിൽ നിന്നും
ആകെ നമുക്ക് 6 ജില്ലകളിലാണ് നമുക്ക് നിയമനം പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ആകെ എത്ര ജില്ലകളിലാണ്? 6 ജില്ലകളിലാണ്. അത് ഏകദേശം 54 അഡ്വൈസസ് അല്ലെങ്കിൽ 54 നിയമനങ്ങളാണ് നിലവിൽ നമുക്ക് ടോട്ടൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരും. അത് ഇത്ര മാസമായി, അല്ലെങ്കിൽ 6 to 7 മാസം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും 6217 പേരുള്ള ലിസ്റ്റിനകത്ത് 54 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. എന്തുകൊണ്ട് മറ്റ് ജില്ലകളിൽ നടക്കുന്നില്ല? ഇതെല്ലാം നമുക്ക് വലിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് എക്സാമുകളെ പോലെ ഇടയ്ക്കിടയ്ക്കുള്ള നിയമനങ്ങൾ വളരെ കുറവ് മാത്രമേ ഇതിനകത്ത് നടക്കാറുള്ളൂ. LP-യിലാണെങ്കിലും UP-യിലാണെങ്കിലും നടക്കാറുള്ളൂ. നമുക്കറിയാലോ, നമുക്ക് അഡ്വൈസസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് അതിനകത്ത് നിയമനങ്ങൾ നടക്കുന്നത് എപ്പോഴും എന്താണ്, ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ നമ്മൾ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് പലപ്പോഴും നിയമനങ്ങൾ നടക്കാറുള്ളത് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നിയമനങ്ങൾ നടക്കാറുണ്ട്, പക്ഷേ അത് LP-UP-യുടെ കേസിൽ എന്താണ്, അവർ റെഗുലർ ഇന്റർവെല്ലിൽ നടക്കുന്ന നിയമനങ്ങൾ വളരെ കുറവാണ്. പലപ്പോഴും എന്താണ്, നിയമനങ്ങൾ നടക്കുന്ന ടൈമിൽ ഒരുമിച്ച് കുറെ അഡ്വൈസസ് പോകും. അതാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ 54 അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ടെൻഷൻ ആണോ എന്ന് ചോദിച്ചാൽ, എന്താണ് ഇവിടെ നടന്ന ഇഷ്യൂ എന്ന് ചോദിച്ചാൽ, 6 ജില്ലകളിലാണ്. ഞാൻ പറഞ്ഞാൽ ഏതൊക്കെ ജില്ലകൾ നമുക്ക് ഈ പറയാവുന്ന പോലെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, ഇടുക്കി, തൃശ്ശൂർ, ഇവിടെയൊക്കെയാണ് നമുക്ക് നിലവിൽ ഈ പറയുന്ന അഡ്വൈസ് പോയിരിക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ കൊല്ലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ നിയമനങ്ങൾ നടന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇഷ്യൂ, നമുക്കിപ്പോൾ സ്കൂളിൽ ഈ പറയുന്ന ഡിവിഷൻ ഫോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്. സ്കൂളുകളിൽ എന്തുണ്ടാവുന്നുണ്ട്, ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഡിവിഷൻ ഫോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത്, സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുമ്പം അവിടെ എന്ത് ചെയ്യുന്നു, ഡിവിഷൻ ഫോൾ വരുന്നു, അങ്ങനെ വേക്കൻസി കുറയാം. പല ജില്ലകളിലും ഡിവിഷൻ ഫോൾ കാരണം ഒരുപാട് വേക്കൻസീസ് കുറയുന്നുണ്ട്. പക്ഷേ ഡിവിഷൻ ഫോൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളിലെ എൻറോൾമെന്റ് ടൈമിൽ നമുക്കിപ്പോൾ ആധാർ കമ്പൽസറി ആണ്. നമുക്കിപ്പോൾ സ്കൂളിൽ എൻറോൾമെന്റിന് നമുക്ക് ആധാർ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പല കുട്ടികൾക്കും അല്ലെങ്കിൽ പല രക്ഷകർത്താക്കൾക്കും ഈ എൻറോൾമെന്റ് ടൈമിൽ ആധാറിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് ധാരണയില്ല. ധാരണയില്ല. അത് പണ്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്ന കഴിഞ്ഞ അക്കാഡമിക് ഇയറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ടൈമിൽ വരുന്ന പല കുട്ടികൾക്കും ആധാർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആധാർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്കൂളുകളിൽ കുട്ടികളില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്, ഈ കുട്ടികൾക്ക് ആധാർ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഒഫീഷ്യൽ എൻറോൾമെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ പറയും കുട്ടികളില്ല എന്നുള്ളതാണ്. കുട്ടികളില്ല എന്നതിനുള്ളതിനേക്കാൾ ഉപരി അവിടെ വരുന്ന കുട്ടികൾക്ക് എന്തില്ല, ഈ എൻറോൾമെന്റിന് ആധാർ കമ്പൽസറി ആയതുകൊണ്ട് തന്നെ പല കുട്ടികളുടെയും ഒഫീഷ്യൽ എൻറോൾമെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലെ. അവർക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ള, അഡ്മിഷൻ എടുക്കുന്നുണ്ട്, അവർക്ക് ഉറപ്പായിട്ടും അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പല കുട്ടികളുടെയും എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ഡീറ്റെയിൽസ് എൻറോൾമെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റുകൾ കാര്യങ്ങൾ. കാരണം നമുക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ എൻറോൾമെന്റ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണം. കാര്യം കുട്ടികൾ അവിടെ പഠിക്കുന്നുള്ളതിനേക്കാൾ അവരുടെ എൻറോൾമെന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ അവിടെ വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഡിവിഷൻ ഫോൾ എന്ന് പറയുന്ന പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും ഉണ്ടായേ പറ്റൂ അല്ലേ. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മെയിൻ ലിസ്റ്റ് ആണ്, അതിൽ നിന്നും ആകെ 87 അഡ്വൈസ് ആണോ പോകേണ്ടത്? അല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നിയമനങ്ങൾ തന്നെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിന്ന് പോകും എന്നുള്ളത് തന്നെയാണ്. ഈ എൻറോൾമെന്റിന്റെ ഇഷ്യൂ പരിഹരിക്കുകയാണ്, അങ്ങനെ ഡിവിഷൻ ഫോൾ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ട് നടക്കേണ്ട നിയമനങ്ങൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, LP-UPക്ക് ഇതുവരെയുള്ള അഡ്വൈസും കാര്യങ്ങളും നിങ്ങൾ നോക്കുക എന്നുള്ളതല്ല, ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന മെയ് ജൂൺ മാസങ്ങളാകുമ്പോഴത്തേക്ക് ഒരുപാട് അഡ്വൈസസ് ഈ ലിസ്റ്റിൽ നമ്മൾ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിൽ എസ്പെഷ്യലി 2027 വരുമ്പോഴത്തേക്ക് ഒരുപാട് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിട്ട് പോകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ LP-UPയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ആ നിയമനങ്ങൾ നടക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് എന്ത് ചെയ്യും, നിയമനങ്ങൾ നടന്നിരിക്കും. 1000-ൽ കൂടുതലൊക്കെ നടക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, 6000 കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 1000+ അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. 1000+ അഡ്വൈസസ് ആണ്. മിക്ക ജില്ലകളിലും 200-ൽ കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 200-ൽ കൂടുതൽ അഡ്വൈസസ് LP-യിൽ മാത്രം പോയിട്ടുണ്ട്. നമ്മൾ കൊല്ലം എടുത്താലും തിരുവനന്തപുരം എടുത്താലും അങ്ങനെ പല ജില്ലകളിൽ നിന്നും പോയിട്ടുണ്ട് അല്ലെ. വളരെ കുറച്ച് ജില്ല, ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്രമാണ് 200-ൽ താഴേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് ജില്ലകൾ മാത്രമാണ് ഏറ്റവും കുറവ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വേക്കൻസീസ് എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യപ്പെടും. പെൻഷൻ ആവുന്നതനുസരിച്ച് അല്ലെങ്കിൽ അധ്യാപകർ പോകുന്നതനുസരിച്ച് കൃത്യമായിട്ട് അല്ലെ. നമുക്ക് ഈ പറഞ്ഞ പെർമനന്റ് അല്ലെങ്കിൽ താൽക്കാലിക നിയമനമൊന്നും ഇതിനകത്തില്ല, LP-യുടെ കേസിൽ വരുന്നില്ല. എന്തായാലും ലിസ്റ്റിൽ നിന്നുള്ളവർക്കേ ജോലി കിട്ടിയുള്ളൂ. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷം കൃത്യമായിട്ട് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, അഡ്വൈസസ് നടക്കും. അതിൽ ഒരു ജില്ലയിൽ നിന്ന് മാത്രമൊക്കെ അഡ്വൈസ് LP-ക്ക് മാത്രം 1000+ പോകുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ്, ഭയങ്കരമായ സാധ്യതയാണ്. ഈ ലിസ്റ്റിൽ വരുന്നതിൽ ഒരുപാട് പേർക്ക് അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും മറ്റു ടെൻഷനുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റിൽ മാക്സിമം ഹയർ റാങ്കിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന LP-UPയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ
ലക്ഷ്യം എന്ന് പറയുന്നതായിരിക്കണം അല്ലെ. റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതിനേക്കാൾ ഉപരി ലിസ്റ്റിൽ ഹയർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞ് മറ്റ് ടെൻഷൻസ് നിങ്ങൾ ഒഴിവാക്കുക. പക്ഷെ ഒരിക്കൽ പോലും റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത LPUPയുടെ കേസിൽ എന്താണ്, വളരെ 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 കൂടുതൽ തന്നെയാണ്. കാരണം നിയമനങ്ങൾ ഉറപ്പായിട്ടും നടക്കും. ഇപ്പോൾ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം സോൾവ് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് മറ്റു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കാരണവശാലും നിങ്ങൾ LPUP എന്നുള്ളതിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് മാറ്റാതെ ഇരിക്കുക. ഓക്കെ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോക്കസ് മാറ്റാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഹയർ റാങ്കിലൊക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റു ടെൻഷനുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ നിയമനം നടക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വിചാരിക്കുക. LPUPയുടെ കേസിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, ഉറപ്പായിട്ട് നിയമനങ്ങൾ നടക്കും, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും, മറ്റ് ഇഷ്യൂസ് ഉള്ളതും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്തിട്ട് എത്രയും വേഗം നടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫോക്കസ് മാറാതെ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടേം സ്റ്റഡി തന്നെയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ DLED B.Ed പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ LPUPയുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ LPUP ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് എക്സാമുകളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ LPUPക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ തന്നെ എല്ലാവർക്കും, ഈവൻ ഫ്രഷേഴ്സ്, LPUP ഒക്കെ ആകുമ്പോൾ എക്സാം എഴുതുന്ന ഒരുപാട് ഫ്രഷേഴ്സ് കാണും. അപ്പം നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര നേരം പഠിച്ചാൽ, എന്തൊക്കെ ടോപ്പിക്സ് പഠിച്ചാൽ സമയത്ത് നമുക്ക് സിലബസ് കവർ ചെയ്യാം, എങ്ങനെ നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യും, ഇതൊക്കെ പലർക്കും വരുന്ന ഒരു സംശയമായിരിക്കും. അപ്പോൾ ഇതിന്റെ കേസിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഡെയിലി ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 വർഷത്തോളം ടൈം കിട്ടുകയാണ് പഠിക്കാനായിട്ട് അല്ലേ. ആ 1 വർഷത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട്, നിങ്ങൾക്കറിയാലോ, SCRT ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ടൈം എടുക്കും. നമ്മൾ ഒരിക്കലും എക്സാമിന് അടുപ്പിച്ചിട്ട് 2-3 മാസം കൊണ്ട് മാത്രമല്ല LPUPക്ക് പഠിക്കേണ്ടത് അല്ലേ. റഷ് ചെയ്യാതെ വളരെ സമാധാനമായിട്ട് പഠിച്ച് മാക്സിമം ടൈം റിവിഷന്, സൈക്കോളജി ഒറ്റ പഠനത്തിലൂടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല, അതിനൊക്കെ പ്രോപ്പർ റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിലായതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യാം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിലബസ് ഏർലി കവറേജ് ചെയ്തിട്ട് റിവിഷൻ ആവശ്യത്തിന് ടൈം നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആ ടെൻഷൻ ഒന്നും വേണ്ട. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിസിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പിക്സ് അതിനനുസരിച്ച് കവർ ചെയ്യാനായിട്ട് പറ്റും, ആൻഡ് നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് റെഗുലർ ബേസിസിൽ ഉണ്ടാവും, ആൻഡ് PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, PYQ, LPUP ഒക്കെ, സൈക്കോളജി ഒക്കെ നമുക്ക് PYQs മാത്രം വെച്ച് വർക്ക് ചെയ്താൽ തന്നെ ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്, എസ്പെഷ്യലി സൈക്കോളജിക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ PYQs ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കറന്റ് അഫേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ടോപ്പിക് വൈസും ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആൻഡ് SCRT, ഞാനല്ല മറ്റ് എക്സാമുകൾ പോലെയല്ല, SCRT വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ LPUP ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ LPUPയുടെ ഗുരു ബാച്ച് എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവർ ഇനി ടൈം കളയാതെ മറ്റെല്ലാ ടെൻഷൻസും ഒഴിവാക്കിയിട്ട് നമ്മുടെ പഠിത്തത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. പ്രിപ്പറേഷൻസ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹയർ റാങ്ക് സെക്യൂർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻസ് എടുക്കുക, പ്രിപ്പറേഷൻസ് നിങ്ങൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സീ യു ഓൾ ദ ബെസ്റ്റ്.